നിങ്ങൾ കമ്മിറ്റി ടീം തന്നെയാണ്. ലഫ്രി നിങ്ങളൊപ്പം നിന്നുകൊണ്ടാണ് നിങ്ങൾ കളിയിൽ ജയിച്ചേ. അതെങ്ങനെ 70 മിനിറ്റ് വരെ ലഫ്രിക്ക് ഒരു കേടൂല്ലേ? എങ്ങനെ പിന്നെ പെട്ടെന്നാണ് കേടായത്? അങ്ങനെ തന്നെ. പരമാവധി എത്ര കൊട്ടേഷൻ കിട്ടാൻ പറ്റുമോ അത്രയും കൊട്ടേഷൻ എടുത്തോ. കോഴിക്കോട് ജില്ലയിൽ എവിടെ ആയാലും നമുക്കൊരു കളിച്ചാൻ വെക്കണം, അല്ലാതെ ഓരോ ഒപ്പാരി ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ജയിച്ചിട്ട് തൊയിലില്ലാന്ന് വെച്ചാൽ ഇതിനാടി നല്ല തോറ്റാ മതിയായിരുന്നു. അത് പറഞ്ഞോളി. അല്ല ഞമ്മള് പേര് നിർത്ത് നിങ്ങളെ കൊടുക്കാ. ഞാൻ യാറിക്കാണ്, അവിടെ കുറെ ബ്ലോഗർമാർ വരുന്നുണ്ട്. ഓർക്ക് സെക്യൂരിറ്റി പോയില്ല. വടച്ചോനെ, ഇയാള് കൊട്ടേഷൻ ടീമിൽപ്പെട്ട ആളായിനോ? സോഫന്ന് തുടങ്ങിയ കച്ചറല്ലേ. നടന്ന് എത്താ ഹൈലൈറ്റ് മാൾക്ക് എത്തിക്കണു. എത്തപ്പെടേ ഹൈലൈറ്റ് മാൾക്ക് വെറുതെ വന്നതല്ല, ഇവിടുത്തെ നെസ്റ്റോലെ 4 ദിവസം ഞാനും യാറേക്കന്നെ. അവിടുത്തെ ഒരു വ്ളോഗർ ഞാനാണ്, കുഞ്ഞപ്പ വ്ളോഗർ. അന്റെ കജിനെന്താ പറ്റിയ? അതിന്റെ കൂട്ടൊന്നും പറയണ്ട. അർജന്റീനയും ബ്രസീലും തമ്മിൽ ഇതെന്താ ഇതുവരെ അലക്കി കഴിഞ്ഞിട്ടില്ലേ? വേഗം അലക്കൂടെ. നിങ്ങക്ക് എന്താ മൂലക്കുരുണ്ടോ അങ്ങനെ തള്ളി നിക്കുന്നേ? വെടിക്കെട്ട് ഓഫർ ഇറക്കുന്നുണ്ട്, അത് പറയാൻ വേണ്ടിട്ട് വന്നാണ്. പക്ഷെ അത് പറയുമ്പോ നമ്മൾ രണ്ടാളും ടീം ഒന്നേ കേട്ടോ. ഒന്ന് ആലോചിച്ചണം. ഇതിനോട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഓഫർ കണ്ടാച്ചു എന്റെ കൈന്ന് പിടിച്ചു നോക്കി. ഞാൻ കണ്ണോട്ടനാ എന്റെ കൈകൾ പിടിച്ചിട്ട് മിക്കവാറും കണ്ടിട്ടുണ്ടാവും. എന്റെ വാക്ക് കൈ നാട്ടിൽ കാണും. നാട്ടുകാരിലല്ലേ എനിക്ക് തിന്നാൻ എന്തെങ്കിലും രണ്ടും പറഞ്ഞാണ്ടേ കയ്യാണ്ട് ഒടിച്ചു. ആരും ഒരു തെങ്ങിന്റെ ആര് മറ്റേ പുളിക്ക. ഓ ബുഡ പുളിഞ്ചോട് ഉസ്മാനെ, ആ ഗുണ്ടന്നെ മാരകം തന്നെ അലക്കൂടെ. തല വേണ്ട കാല് വേണമെങ്കിൽ 6 പീസാക്കിക്കോ. വിളിച്ച് പറിച്ച് ഉറപ്പാണ്. നോക്കട്ടെ എത്താണ് ഈ തോറ്റ കളി ഇങ്ങനെ കണ്ടുകൊടുക്കാന്? ഇതിന് എത്ര എനിക്കറിയോ? എത്ര? 39,999. എന്റെ ഒരു മാഞ്ഞാളം പാത്തുവോ, ഇത് എന്ത് കുട്ടിയാണ്? അത് ആനമുട്ട ഇറക്കി തന്നു. അല്ല ഇളകിയാണ് തിരുമ്പിക്കൂടെ. 6 പീസോ കാലോ? ഓക്കെ എന്നാ ശരി, ബാക്കിയെല്ലാം നമുക്ക് നേരിട്ട് പറയാം. ഓക്കെ എന്നാ ഇനി വർക്ക് കഴിഞ്ഞിട്ട് എന്നെ വിളിക്ക്. ഓക്കെ. ഗൂഗിൾ ടി വി ആണിത്. എന്നാ ഫൈനലൊക്കെ നമുക്ക് ഇതിന്ന് കാണാം. ഇത് കൊണ്ടുപോകാം. കെറ്റലിനും അയൺ ബോക്സിനൊക്കെ 399 രൂപ. കുഞ്ഞപ്പോ ഈ ഇമ്മച്ചിന്റെ കൂർക്കല്ല് എത്ര ചോദിച്ചോക്കാം. നല്ല കുമ്പിട്ടാണ് അടിച്ചേരി കൂടെ. ഒരു പ്ലേറ്റ് ചോറ് തന്നിട്ടുണ്ടെങ്കിൽ കൗന്നടത്ത് മുണുങ്ങല്ല. മാളുവാ അതാ കേറിയില്ലേ? നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ കൊണ്ട് പണിയൊന്നും എടുപ്പിക്കുകയല്ല. ദയവ് ചെയ്ത് എന്നെ കൊല്ലരുത്. പൂർക്കലോ പുന്നാരപ്പച്ചേ ഇമ്പക്സിന്റെ കുക്കർ 3 വരുന്ന കോമ്പോക്കെ വെറും 2. ഈ 10 നെഞ്ഞി പെണ്ണെ കൊണ്ട് അടിച്ചേൽപ്പിച്ചത് നിങ്ങൾ തീരെ ദസാവില്ലേ? അതിന് പറ്റാ പാടത്ത് നെല്ലുത്തിൻ്റെ ഇടയില ഞാൻ 10 പറ്റത്. നിങ്ങളെ മാർക്കറ്റിലല്ലോ ഓളെ സുഖപ്രസവമാണ്. ആരാ എന്താ യാറിക്കൊക്കെ ഞങ്ങൾ പോവും. ഞാൻ ബ്ലോഗറാണ്. അംസക്ക മാറിസ്കോ കുഞ്ഞോട് മാറുന്ന പ്രസൻസ്. അംസക്ക നമ്മള് മെസ്സി പ്ലീസ്. അല്ലാതെ എനിക്കെന്നായി പറ്റിയേ? എനക്കൊന്നും തിരിയുന്നില്ല. നിങ്ങൾക്കൊന്നും തിരിഞ്ഞിക്കില്ല, എനക്കെല്ലാം തിരിഞ്ഞിക്ക്. നിങ്ങൾ കൊട്ടേഷൻ ടീമിലെ ആളല്ല. 3 ഗോൾ അടിച്ചാ പോരാ, അന്തമാണേ. എത്തത് ഇത് അർജന്റീന ജയിച്ചെന്ന് പെരിയിൽ എല്ലാവർക്കും ബിരിയാണി. കുറച്ച് തടിയൊക്കെ അനങ്ങേണ്ടി വരും. സുഖപ്രസവം എന്ന് പറഞ്ഞാലേ പേരില് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു സുഖമില്ലാത്തൊരു പരിപാടിയാണിത്. പള്ള കീറി പൊളിച്ചേ കുട്ടീനെ അടുത്ത് തന്നോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പള്ള കേറിപ്പോയി ഇയാൾ കുറ്റം പറഞ്ഞു. ഉസ്മാക്ക് അങ്ങനെ ടീം ആദ്യം സലാം പറഞ്ഞു പോയതല്ലേ, പിന്നെ എന്തിനാ അർജന്റീന നേരങ്ങൾക്ക് കയ്യാകളി? റൈറ്റ് അല്ല ലെഫ്റ്റ് കച്ചി. ദയവ് ചെയ്ത് എന്റെ കാല് രണ്ടും വെട്ടരുത്. എനിക്ക് ആകെ 2 കാലാണല്ലോ. എന്നെ കൊല്ലരുത് പ്ലീസ്. കോഴിക്കോട്ട് ബെഡ്ഷീറ്റ് എന്തിനാ എടുത്തുണ്ട്? അഥവാ നിങ്ങൾ തോൽക്കാണെന്നുണ്ടെങ്കിൽ തലയിൽ മൂടി പോച്ചാണ് നടക്കാനേ. വെറും 199 ഉറുപ്പിയുള്ളൂ. മോർലൈറ്റിന്റെ സോപ്പ് പൊടി കാല ആ വേദന ഞങ്ങൾ നടക്കല്. എല്ലാ പ്രസവം കണക്ക് തന്നെ. പഠിച്ചോനെ, എന്റെ കുട്ടി ഓട്ടോറിക്ഷയില് ഇജൊന്ന് വിളിച്ചിട്ടുണ്ട്. വിസിലടിച്ചു, പെനാൽറ്റിയായി. എനിക്കെന്നായി പറ്റിയത്? നിങ്ങളിപ്പോ ഫോണിൽ കൂടി പറയുന്ന ഞാൻ കേട്ടതാ. കാല 6 കഷ്ണാക്കിക്കോ, തല വേറെ ആക്കിക്കോ എന്നൊക്കെ ആഫ്രിക്ക കായ കൊടുത്താണ്ട് കളിയിൽ ജയിച്ചാണ് മൂക്ക് പൊടി ചെയ്ത്. ആളാ ഞങ്ങൾക്ക് കാര്യം ഞങ്ങൾ ഇനി കൊടുക്കും. എന്റെ പണി വെച്ചാ നോക്കേ. 4 കാറ് പറഞ്ഞേക്കൂലായിരുന്ന. എന്താ ഗർഭിണിയുടെ സംസ്ഥാന സമ്മേളനം. അവിടുത്തെ എന്നെ പണിയെടുപ്പിച്ച് കൊല്ലാണ്. പഠിച്ചോനെ, ഈ 10 കഴിഞ്ഞ കുട്ടീനെ കൊണ്ട് ഈ മെസ്സിന്റെ കുട്ടികളെ തോട്ടനെ കണ്ടോണ്ടോ ഇറങ്ങ. എന്നാ ആദ്യം എനിക്ക് സെക്യൂരിറ്റി നേരെ ബാക്കി പറയുന്നത്. കോഴിക്കോട് ജില്ലയിൽ നിങ്ങളല്ലേ ഏറ്റവും വലിയ കൊട്ടേഷൻ.
നോക്കിയാണ് ഫിയാമന്റെ 3 സെറ്റ് കോംബോ സോപ്പ് ആ നല്ലോണം പതപ്പിച്ചൊന്ന് കുളിച്ചാളി നിങ്ങളെ സങ്കടമൊക്കെ ഒന്ന് മാറിക്കോട്ടെ. വെറും 99 ഉറുപ്പിയുള്ളൂ. അവിടെ 5 കിലോന്റെ അജി പണിയെടുപ്പിച്ചാൻ ആ തള്ളക്ക് എന്നാണായിരിക്കും ബുദ്ധി വെക്കല്. അത് സുഖപ്രസവം കിട്ടാൻ വേണ്ടിട്ടേക്കാരം. ഓ അവനാന്റെ മക്കൾക്ക് ഇങ്ങോട്ട് ആയപ്പോ എന്താപ്പോ കരച്ചിലും പോയിച്ചില്ലോ. അന്നോർത്തിക്കന്നെ പോയോ? അല്ല ഈ വ്ളോഗൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ എന്തിട്ടും 1000 ഉറുപ്പിക എന്തായാലും തടയും. എന്തെങ്കിലുമൊക്കെ തരുകൊണ്ട് താമസക്കും. ബോധിനിന്റെ പുട്ടുപൊടി ആ മനക്ക് എന്റെ മോളെ ആ കൊട്ടേഷനോ എടി അടുത്ത ആഴ്ച എന്റെ ആങ്ങളെ എന്റെ കല്യാണമാണോ ആ കല്യാണത്തിനേക്കുള്ള ചിക്കന്റെ വിചാരിച്ചു എല്ലാ ആളാവും നിക്കണ്ട ഇവിടെ ആരും ഫിഫ ബോയ് ഓയ് കുറച്ച് പേറ്റിലേഹം തരും. ആദ്യം ഒന്ന് പെറ്റോട്ടെ. ഓളൊരു പേറ്റിലേഹം. സുലൈംകാക്കാക്ക് കുറച്ച് ഗൾഫ് കൊടുത്തേക്കാനാ. അന്ന് സുലൈമാങ്കാക്ക ഗൾഫിൽ പെറ്റെടുക്കൊന്നുമില്ലല്ലോ. എന്നാ ഇത് കിട്ടാം. ദീപ കേട്ടോളൂ അഞ്ഞേലൊന്ന് തേച്ചൊച്ച് കുളിച്ചോ. ഹംസാജി ഞാൻ പറഞ്ഞ പോലെ പറയാം. ബോൾ ബോൾ ശിലാവാസിലിക്കട് കൊട്ടേഷൻ എടുക്കാൻ പറഞ്ഞത് അത് എന്റെ മുത്ത് പേടിച്ചു പോയാ ഞാൻ നിന്ന് കൊഞ്ചാണ്ടോ ലോഡ് തുണിയുണ്ട് കൂട്ടി. കുറേ നേരെ ഒറ്റ മിനിറ്റ് വൈദ്യുതി എടുത്തിട്ട് കൊണ്ടേ കടുപ്പം കൊണ്ടുവരാം. A few moments later. പക്ഷേ വൈദ്യര് ഉണ്ടാക്കവിടെ ഓന്റെ ഒരു പൂതി. എന്റെ കുട്ടിക്ക് വേദന തുടങ്ങിച്ചു ഇവിടെ ഇരുന്ന ഈ പേരിൽ ആരും ഇല്ല. ഒന്നും ഇവിടെ വരുന്നുണ്ട. കരടിപ്പോ പോയി അലക്കാൻ നോക്ക്. വൈദ്യരത്തെ പറഞ്ഞേ ഉറക്കൊഴിച്ചാണ് അർജന്റീന കളിച്ച് കാണരുത് ഇറങ്ങണോ തന്നെ ചങ്കല ഹോസ്പിറ്റലിൽ കൊണ്ടാണ് ശുക്രാക്കാം. ഈ പേരിൽ ആരും ഇല്ല. ഈ മാപ്പിള ഇവിടെ ഇവിടെ കരഞ്ഞാണ്ട് നമുക്ക് ഇപ്പൊ ഹോസ്പിറ്റലിൽ പോവാം. ഈ പെരീത്തോലെ കൂടെ മരിച്ച കിടക്കുക. എല്ലാ ശത്രുക്കളെയും നീ എന്റെ അടുത്ത് നിന്ന് അകറ്റണമേ. അപ്പുണ്ണേട്ടാ നായ്ക്കളെ അയച്ചിട്ടിക്കണാവോ എന്താണ് എന്റെ നമുക്ക് വേദന തുടങ്ങിക്കണേ. ഹോസ്പിറ്റലിൽ കൊണ്ടോണോ? ആടും പഞ്ചൊന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള പ്രസംഗിക്കണ്ട് തോത്ത് കിടന്നാണ്ടല്ലേ ഇവിടെ ഇവിടെ കിടന്ന് പറ്റാ മതി. ഓളെ ഇനി ആ വാർത്ത വാപ്പുട്ടിയോ എന്റെ പോന്നു സങ്കടത്തിലാണ്. സമ്മർദ്ദത്തിലോ ആരായിട്ട് നിങ്ങളെ മാർക്ക് നാക്കാലിക്കുട്ടിയല്ല മനുഷ്യക്കുട്ടിയാണ്. അതുകൊണ്ട് ഓളൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടോണം. ഞാനേ 10 പറ്റും പെരീന്ന് തന്നെയാണ്. ഓളും പെരീന്ന് തന്നെ പറ്റാ മതി. നിങ്ങൾ എന്ത് പറഞ്ഞും കാര്യമില്ല. ഇവിടെ സങ്കടത്തിലാണ്. സങ്കടത്തിലോ എന്റെ കുട്ടിക്ക് പറ്റിയേ മോളെ കുടിക്കലേ മോള് കുടി തുടങ്ങിയോ അല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഇറക്കണമൊന്നുമില്ല. തിരിച്ച് പേരിക്ക് കാല് കുത്താൻ പറ്റൂലേ ജി. ഇത് ആണും പെണ്ണും കേട്ടോനാ. എനിക്ക് ഉളുപ്പില്ല ചങ്ങായി എങ്ങനെ പറയാന്. തത്തു മുലക്കണം. കുടിയിരിപ്പ് ഫ്രിഡ്ജ് വേണം, ടി വി വേണം, വാഷിംഗ് മെഷീൻ വേണം. ഈ വക സാധനങ്ങളൊന്നും പണ്ടറടിക്കത്. എന്താ പറഞ്ഞത്? എത്തടിച്ചിന്റെ മന കാട്ടുണ്ട്. ചിലക്കഥ പോടാ. ഇവിടല്ല പോവാ ചകിരിണ്ട് ഞാൻ തരാം. ഇതൊക്കെ കുറഞ്ഞ പൈസക്ക് വാങ്ങാൻ കിട്ടും. ശുക്രാക്ക ആകാശം നോക്കിക്കാതെ വണ്ടി പോയി വിളിച്ചോണ്ടേ. പ്രസവിച്ച പെൺകുട്ടിയാണ്. നീ ഇവിടെ തൊഴിൽ നോക്കിക്കാതെ വേഗം ഇലയിച്ച് സ്ഥലം പറഞ്ഞാന്ന് നോമം നക്കട്ടെ എന്താ നക്കാൻ പറഞ്ഞു. നോമം നോക്കട്ടെ എന്നാ പറഞ്ഞ നക്കാൻ നിക്കട്ടെ.